കഴിഞ്ഞപ്പോ തന്നെ അബിയുടെ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അടിപൊളിയായിട്ട് പാടി, എനിക്ക് ഇനി അടുത്ത സ്റ്റേജിലേക്കുള്ള ഫസ്റ്റ് മുന്നേറ്റാണ് ഇവിടുന്ന് തുടങ്ങി. സോഷ്യൽ മീഡിയയിലൊക്കെ ആ ഒരു സമയത്ത് നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു ഇങ്ങനെ ഒരു ട്രൂപ്പ് തുടങ്ങുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചപ്പോ തന്നെ കൂട്ടത്തിലുള്ള ആരെങ്കിലും മൂപ്പര് ഇങ്ങനെ പാട്ട് വെക്കും. പണ്ടൊക്കെ ചൈനയുടെ വലിയൊരു സെറ്റൊക്കെയാണ് വീട്ടില്. ആ മൂപ്പര് അതിലിങ്ങനെ ഒച്ചത്തി ഇങ്ങനെ പാട്ട്. അതെ. പക്ഷെ നമ്മൾ കയറുന്ന സ്റ്റേജിലൊക്കെ എല്ലാവർക്കും ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഡാൻസ് പെർഫോമൻസ് അങ്ങനത്തെ രീതിയിലുള്ള സോങ്സ് ആയിരിക്കും അവർക്ക് വേണ്ടി വരാം. ജീവനേക്കാൾ ജീവനായ പ്രണയിനി വേണം. കല്യാണത്തിന്റെ മുമ്പുള്ള കാര്യമായിട്ടോ. മിസ്രിയിലെ രാജൻ അസീസിന്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും സീനത്തൊളി രാജാത്തി. ഇനി നമ്മുടെ മൽഹാർ ടീമിന്റെ അല്ലെ അടുത്ത ഗായികയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ടീച്ചറാണ് എന്ന് മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. ഇനി ബാക്കിയൊക്കെ പറഞ്ഞോളൂ ടീച്ചർ. എന്റെ പേര് രചന ബിനോയ്. ഹസ്ബൻഡാണ് ബിനോയ്. ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ശാന്തിനികേതൻ ഇന്ത്യൻ സ്കൂളില് മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. മ്യൂസിക് ടീച്ചറാണ്. അതെ, തൃശ്ശൂരാണ് വീട്. തൃശ്ശൂർ അയ്യന്തോള്. ടീച്ചറെ, കഴിഞ്ഞ ഒരു 2 വർഷക്കാലമായിട്ട് ടീച്ചറും ഈ ബാൻഡിന്റെ കൂടെ അജ്മലിന്റെയും അതുപോലെ അൽത്താഫിന്റെയും ഒക്കെ കൂടെ ഈ 2 വർഷമായിട്ട് ഈ ബാൻഡിന്റെ കൂടെ. അപ്പോൾ ഈ ബാൻഡിന്റെ പേര് മൽഹാർ എന്നാണ്. ഈ മൽഹാർ എന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾ എല്ലാവരും കൂടിയിട്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു പേരിട്ടത് അല്ലെ? പേര് ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് വരുമ്പോ തന്നെ ഈ പേരുണ്ടായിരുന്നു. അജ്മലിന്റെ ക്രിയേഷൻ. എന്നാൽ ഒരു സംഗീത അധ്യാപിക എന്ന നിലയ്ക്ക് ടീച്ചറോട് ചോദിക്കുന്ന ഒരൊറ്റ കാര്യം, എന്താണ് ഈ മൽഹാർ എന്ന വാക്കിന്? കാരണം കുറെ സംഗീത പരിപാടികൾക്കൊക്കെ നമ്മൾ ഈ മൽഹാർ എന്നുള്ള പേര് മിയാൻകി മൽഹാർ എന്ന് പറഞ്ഞൊരു ഹിന്ദുസ്ഥാനി രാഗമുണ്ട്. നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? ഇന്ന് എനിക്ക് വോട്ടുകുത്താൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട്. അത് ആ രാഗത്തിലുള്ള ഒരു പാട്ട്. അപ്പൊ അങ്ങനെ ഒരു രാഗത്തിന്റെ ഒരു ടച്ച് വരുന്ന ഒരു പേര് തെരഞ്ഞെടുത്തതായിരിക്കാം. അതുപോലെ കേട്ടിട്ടുണ്ട് ഈ മൽഹാർ രാഗത്തിലാണ് മഴ പെയ്യിക്കാൻ ശക്തിയുള്ള രാഗമാണ് മൽഹാർ എന്നൊക്കെ വായിച്ചിട്ടുണ്ട്. എല്ലാം അറിയോ? ഓക്കെ. പിന്നെ ടീച്ചർ, മറ്റൊരു കാര്യം എന്നുള്ളതെന്ന് വെച്ചാല് ഈ പിന്നെ അധ്യാപികയാണ്, അതോടൊപ്പം ഈ മ്യൂസിക് ബാൻഡിൽ ഗായികയാണ്. വേറെ കുറച്ച് കലാപരിപാടികളൊക്കെ ടീച്ചറെ കയ്യിലുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ മ്യൂറൽ ആർട്ടിസ്റ്റും കൂടെയാണ്. മ്യൂറൽ പെയിന്റിങ്ങും കുറച്ച് ചെയ്യാറുണ്ട്. അതെന്റെ ഒരു പാഷനാണ്. അപ്പോ കിട്ടുന്ന സമയം ഈ പ്രോഗ്രാമും ജോലിയും വീട്ടിലത്തെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കിട്ടുന്ന ഒരു സമയം ഈ ചിത്രം വരയ്ക്കാനും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് അത്രയും നമുക്ക് ജോലിയും വീട്ടിലെ കാര്യവും അത് കഴിഞ്ഞിട്ട് ചിത്രം വരയ്ക്കാനുള്ള സമയവും കണ്ടെത്തുന്നുണ്ട്. അതിന് നല്ലൊരു കയ്യടി കൊടുക്കാം. കാരണം ഒരു വർക്കിംഗ് ലേഡി എന്നുള്ളതൊക്കെ രാവിലെ തന്നെ സ്കൂളിൽ പോകേണ്ട വീട്ടിലത്തെ കാര്യങ്ങളും ഒക്കെ നോക്കുന്ന ഭർത്താവിന്റെ ഒരു സപ്പോർട്ടും ഇതിന് കൂടെ ഫാമിലി സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇല്ല. ഓക്കെ. അപ്പൊ ടീച്ചറെ, പിന്നെ നമ്മുടെ അജ്മൽ ഒരു നാടൻ പാട്ടിലൂടെ വന്നു, അൽത്താഫ് ഒരു മാപ്പിളപ്പാട്ടിലൂടെ വന്നു. ഒരു അധ്യാപിക എന്നുള്ള നിലക്ക് ടീച്ചറുടെ ഒരു പാട്ട്, ഒരു ശാസ്ത്രീയ സംഗീതമായാലും ഒരു മെലഡി ആയിരുന്നു. ജസ്റ്റ് ഒരു മലയാളം മെലഡി സോങ് ആയിരുന്നു. ദർശനം
അടിപൊളി. ഇപ്പൊ മനസ്സിലായി. അല്ല, അതാണ് ഞാൻ അജ്മൽ പാടിയ പാട്ടല്ല നിന്നെ കുറിച്ച്, ഈ ടീച്ചർ പാടിയ പാട്ടാണ്. ഓക്കെ. അപ്പൊ ഗംഭീരമായി ടീച്ചർ വരച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചിത്രകാരി എന്നുള്ള നിലയ്ക്ക്, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ടീച്ചറുടെ കുറെ ചിത്രങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അതിഗംഭീരമാണ്, അത് ഗംഭീരമാണ്. ഇത്തരത്തിലുള്ള പിന്നെ കലയെ അല്ലെങ്കിൽ സംഗീതത്തെ ഒക്കെ ഇത്രത്തോളം നെഞ്ചിലേറ്റി ഇതിനൊക്കെ സമയം കണ്ടെത്തി അതിന്റെ ജോലി പ്രൊഫഷനാണ്, അതോടൊപ്പം പാഷനുമാണ്. ഇത്തരത്തിലുള്ള ശ്രദ്ധിച്ചോ ആ ചിത്രങ്ങളിലുള്ള ഒരു ജീവനുള്ള ഒരു ഫീൽ എനിക്ക് തോന്നി കേട്ടോ. മൊത്തത്തിൽ അതിന് ഭയങ്കര ഒരു എന്താ പറയാ ക്ലാരിറ്റിയും അതുപോലെ തന്നെ അതിൽ കൊടുത്തിരിക്കുന്ന മൊത്തത്തിൽ അവരൊറ്റ ക്യാൻവാസിൽ കേരളത്തിന്റെ എല്ലാ ആർട്ട് ഫോംസും ഒരൊറ്റ ക്യാൻവാസിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത്, അതിനൊരു ചിത്രകാരി എന്നുള്ളതിന്റെ അപ്പുറത്തേക്കായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഉള്ളിൽ ഒരു നല്ല എന്താ പറയാ ഒരു ഭാവന മനസ്സിലുള്ളത് കൊണ്ടാണ്. ഒരു ചിത്രകാരി എന്ന് പറഞ്ഞിട്ട് ഒരു പടം വരച്ചിട്ട് ഇപ്പൊ നമ്മള് ഇപ്പൊ ടീച്ചർക്ക് അറിയാലോ, സ്കൂളിലെ കുട്ടികൾക്കൊക്കെ ബുക്കിൽ ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് കളർ ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അതിങ്ങനെ കളർ ചെയ്തിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അത് ഒരു ആർട്ടിസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് മനസ്സിന്റെ ഉള്ളിൽ ഭാവനയിൽ ഒരു നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ ഒരു മലയാളിയുടെ മനസ്സിൽ വരുന്ന എല്ലാ ചിത്രങ്ങളും ഒരൊറ്റ ക്യാൻവാസിൽ ഉൾക്കൊള്ളിക്കാൻ നിങ്ങളുടെ ആ ചിത്രത്തിൽ സാധിച്ചു. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എന്തായാലും ഹാറ്റ്സ് ഓഫ്. അപ്പം എന്തായാലും ടീം മൽഹ നിങ്ങളുടെ അതിഗംഭീരമായിട്ടുള്ള നിങ്ങളെല്ലാവരെയും നമ്മൾക്ക് പരിചയപ്പെടാൻ പറ്റി. ഇനി നിങ്ങളോട് പൊതുവായിട്ട് 1-2 കാര്യങ്ങൾ ചോദിക്കാം. ഇപ്പൊ നിങ്ങൾ ഇതിന്റെ ലീഡിങ് സിംഗേഴ്സ് എന്നാണ്. അപ്പൊ എന്നാലും നമ്മൾ പറയുമല്ലോ, ഒരു ഈ ഗാനമേള ട്രൂപ്പിലൊക്കെ പറയാറില്ലേ, ചില ടീമൊക്കെ വരുമ്പോൾ അതിലൊരു മെയിൻ സിംഗർ ഉണ്ടാകും. ഒരു കുഴക്കുന്ന ചോദ്യമാണ്, കാരണം നിങ്ങൾക്ക് 4 ആൾക്ക് ഒന്നുകിൽ ഇപ്പൊ നിങ്ങൾ 4 ആൾ കൂടെ എന്തെങ്കിലും ഒരു തീരുമാനം. അപ്പൊ അതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ നിങ്ങൾ 4 സിംഗേഴ്സ് നിങ്ങൾ അതിന്റെ ലീഡിങ് സിംഗേഴ്സ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലെ ദ മെയിൻ സിംഗർ എന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആര് പറയും? അങ്ങനെ പറഞ്ഞാല് നല്ലൊരു സിംഗർ എന്ന് പറയില്ലേ, ഒരു ടീച്ചർ ഞങ്ങൾ ആദ്യം പറയുള്ളൂ. നല്ലൊരു സിംഗർ പഠിച്ച് സംഗീതം പഠിച്ച് പാടുന്ന ഒരാളാണ്. നമുക്ക് അത് ആദ്യം അങ്ങനെ പറയാൻ പറ്റും. പിന്നെ എല്ലാരും ഓരോ പാട്ടുകളിലും പെർഫോം ചെയ്യുന്നവരാണ്. എല്ലാവർക്കും അവരവരുടേതായ എല്ലാവരും അവരവരുടേതായ ഇപ്പൊ അജ്മല് നാടൻ പാട്ട് എന്ന് പറഞ്ഞ പോലെ അജ്മൽ എല്ലാം അങ്ങനത്തെ എല്ലാ സോങ്സും നന്നായി പാടുന്നവരാണ്. ഞാനും അതാണ് ശ്രദ്ധിച്ചത്. കാരണം നിങ്ങൾ ഇപ്പൊ 4 പേരും ഇഷ്ടമുള്ള പാട്ടുകൾ നിങ്ങൾ പാടാൻ തെരഞ്ഞെടുത്തപ്പോ അജ്മല് ഹിന്ദി പാടാറുണ്ട്, എന്നാലും എനിക്ക് നാടൻ പാട്ടുകളോടാണ് താല്പര്യം. ഹിന്ദി സോങ്സ് സദ്യയിട്ട് പാടുന്ന ആളാണ്, ഞാൻ കേട്ടിട്ടുമുണ്ട്. അതേപോലെ അൽത്താഫും ഇതാ. അപ്പൊ നിങ്ങൾ അവരവരുടേതായ ഒരു സിഗ്നേച്ചർ. ഇതിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വിഷുവിനും ഓണത്തിനൊക്കെ നമ്മള് പാടി തകർക്കുകയാണ്. അപ്പോ അതാണ് അത് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ ഒരു ടീമിന് നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, അതായത് ഈ ടീം മൽഹാറിന് നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ഈ എന്താ പറയാ സദ്യ വിളമ്പിയ പോലെയാണ്. എല്ലാ സാധനങ്ങളും ഉണ്ട് നിങ്ങൾ. ഇനി ഇതില് ചേരാത്ത സാധനങ്ങളാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞത്, പുറത്തുള്ള സിംഗേഴ്സിനെയും കൂടെ ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താറുണ്ട് എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ ഒരു ഫുൾ പാക്കേജ് എന്നുള്ള പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. പറയൂ. ഇതില് അജ്മൽ എന്ന് പറഞ്ഞ ആള് സിംഗർ മാത്രല്ല, ആള് പാട്ട് എഴുതുകയും ചെയ്യും, മ്യൂസിക്കും ചെയ്തിട്ടുണ്ട്. ആള് എഴുതിയൊരു നമ്മളൊരു ഓണത്തിനൊരു മ്യൂസിക് ചെയ്തിട്ട് ഒരു സോങ് എഴുതിയിട്ടുണ്ടായിരുന്നു. കുറച്ചൊരു 4-5 വരെ എഴുതിയിട്ടുള്ളൂ. ആള് തന്നെ അതിന് മ്യൂസിക് ചെയ്തു. നമ്മളെ സക്കീർ സരിക ആളാണ് ഇത് ഓർക്കസ്ട്ര ചെയ്തത്. അപ്പൊ നമുക്ക് ഞാൻ പാടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് അപ്പൊ ആൽബം മേഖലയില് അല്ലെ, അതിലേക്കാണ് ഇപ്പൊ ഒരുപാട് സോങ്സ് എഴുതിയിട്ടുണ്ട്, മാപ്പിളപ്പാട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം ഒരു എഴുത്തുകാരനും കൂടിയാണ്. തീർച്ചയായിട്ടും എഴുതാനൊരു ഇഷ്ടമുള്ള ഒരാളാണ്. എഴുതാക്കാരെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നില്ല, പക്ഷെ എഴുതാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അതിൽ മ്യൂസിക് ചെയ്യാനും ഇഷ്ടമുള്ള ഒരാളാണ്. ചെയ്തിട്ടുണ്ട്. ഒരു 5-6 പാട്ടുകൾ യൂട്യൂബിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതില് ഇവിടെ ഖത്തർ റേഡിയോ മലയാളത്തില് ഒരു പാട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ
നല്ലൊരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറുടെ പേരിലുള്ള പണി എടുക്കുന്നത് നിങ്ങളാണ് അല്ലെ? അല്ല, രചന. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പം ആ രൂപത്തിലാണ്. അതേപോലെ തന്നെ അൽത്താഫ് ഭായി, നിങ്ങൾ ഇപ്പോ ഈ പിന്നെ ഗായകൻ എന്നുള്ളതിന്റെ അപ്പുറത്തേക്കായിട്ട് ഇപ്പൊ കാണാൻ നല്ല മൊഞ്ചന ഈ അഭിനയ രംഗത്തൊക്കെ അഭിനയത്തില്ല ഇല്ല. ഒന്നുമില്ല. ആർക്കും Just അഭിനയിക്കാൻ പറ്റില്ല. നമ്മളെ സ്റ്റേജ് പെർഫോമൻസ്, പിന്നെ നമ്മളെ നല്ല സിംഗേഴ്സ് ആയിട്ട് നമ്മളെ ആസിഫ് കാപ്പാട്, തജിദ്ദീൻ വടകര, അതുപോലെ തന്നെ ഒരു ആൾക്കാരായിട്ടുള്ള സ്റ്റേജ് പങ്കിട്ടിട്ടുണ്ട്. അതിനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ചെറുപ്പത്തിലെ പിന്നെ 5 വയസ്സ് മുതൽ ഓർക്കസ്ട്ര പാടിയിട്ടുണ്ട് ഞാൻ. അതൊന്ന് സ്റ്റാർട്ടിങ് വെച്ചാൽ 1-ാം ക്ലാസ് മുതൽ നിർവിധേയത്തിൽ പാടിയിട്ട് നാട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഫാമിലി സപ്പോർട്ട് അത്ര കുറവായിരുന്നു. എന്നാലും ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താ? സൗന്ദര്യത്തിന് രഹസ്യം അത്രക്കുണ്ടാ? പിന്നെ ഞാൻ എന്ന് കണ്ടാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. പിന്നെ നല്ല മനസ്സുണ്ടായാൽ മതി. അത് മുഖത്ത് പ്രതിഫലിക്കും സമൂഹം. അത് സത്യം കേട്ടോ. അതെനിക്ക് ഈ മുഖത്ത് നോക്കിയപ്പോ മനസ്സിലായി. അല്ല, തമാശ വെച്ചല്ലേ നിങ്ങൾ എന്തെങ്കിലും? ഇല്ല, ഒന്നുമില്ല. ഒന്നുമില്ല. മേക്കപ്പ് പോലും ഇല്ല, ഒന്നുമില്ല. വിശ്വസിച്ചു കേട്ടോ. അതെ, തീർച്ചയായിട്ടും. ഞാൻ ചെറുപ്പത്തിലെ ബ്രൂട്ടീഷിലൊന്നും പിന്നെ പിന്നെ ഫേഷ്യൽ ചെയ്യുന്നോണ്ട് അങ്ങനെ ഇരിക്കണമെന്ന് പറയും. പക്ഷെ നിങ്ങൾ അങ്ങനെ അല്ലല്ലോ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു. ചെറുപ്പത്തിലേ ഇങ്ങനെ തന്നെയാണ്. ഇത് ഗ്യാരണ്ടി കളർ. അപ്പൊ നിങ്ങള് കത്തന്റെ മമ്മൂട്ടിയാ? അങ്ങനൊന്നുമില്ല. അല്ല, എനിക്കങ്ങനെ ഒരു മിനിറ്റ്, ഇതെല്ലാം തോന്നി. കട്ട് ചെയ്തു. അൽത്താഫ് അതേപോലെ നമ്മുടെ മുട്ടിപ്പാട്ട് ടീമുകളൊക്കെ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതില് ഭയങ്കര പുലിയാണ് ആള്. അതില് മുട്ടലാണോ പാടലാണോ? നോൺ സ്റ്റോപ്പ് പാട്ടുകള്, അതിപ്പോ ഏത് പഴയ പാട്ടുകളായാലും പുതിയ പാട്ടുകളായാലും അത് നോൺ സ്റ്റോപ്പ് പാട്. ഭയങ്കര താല്പര്യമുള്ളതാണ് സ്പീഡ് പാട്ട് പാടിയിട്ട് ആൾക്കാരെ കയ്യിലെടുക്കുക എന്നുള്ളത്. എനിക്കൊരു പെർഫോം ചെയ്യുക, പിന്നെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പാടിക്കൊടുക്കുക. മാപ്പിള പാട്ടുകൾ തന്നെയാണ് മെയിൻ ആയിട്ട്. ആൾക്കാരെ കയ്യിലെടുത്തു. അത് വേറെ കാര്യം. അഭിയേട്ടാ, നമുക്ക് അൽത്താഫ് ബ്രോയുടെ 2 പാട്ടുകളൊക്കെ കേട്ടാലോ? തീർച്ചയായിട്ടും. ഇപ്പം മുട്ടിപ്പാട്ട് ഒക്കെ ഭയങ്കര ഉഷാറായിട്ട് ചെയ്യുന്ന ആളാണ് നമ്മുടെ അൽത്താഫ് ഭായി. അപ്പൊ അതിനോട് ഒരു വൈബുള്ള ഒരു സാധനം ഒന്ന് നമുക്ക്. മുട്ടിപ്പാട്ടില് കുറച്ച് സ്പീഡായിട്ടുള്ള പാട്ടുകളാണ്. അപ്പൊ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത പാട്ടാണ്. അത് ഞാൻ 2 പാടിത്തരാം. നിലവിളത്തിളക്കമായി നീങ്ങുന്ന മലരെ, കരളിലെ കരളിനെ ഉയർത്തുന്ന കതിരെ, മണിമുത്തു വിതറുമ്പോൾ തുണിക്കുന്ന സരസെ, പൂമാരൻ നിനക്കിതാ വരുന്നു മോളെ, മുഹബത്തിൻ കുളിരുമായി മാരൻ വരുന്നേ, മധുവന പൂവല്ലേ നറുനിലാ പൂമോളല്ലേ, മധുരപാതീനേഴിൽ ലിംഗി മാതിയും നോളെ, ലിംഗി മാതിയും നോളെ, ലിംഗി മാതിയും നോളെ, ലിംഗി മാതിയും നോളെ, ലിംഗി മാതിയും നോളെ. അടിപൊളിയായി. ഇനി നമ്മൾ വേറെ ഒരു ചോദ്യത്തിലേക്ക് വരികയാണ്. നിങ്ങൾ ഇപ്പം ഈ മുട്ടിപ്പാട്ടിന്റെയും അതുപോലെ തന്നെ നമ്മൾ വേറെയുള്ള പാട്ടുകളൊക്കെ പൊതുവെ ഖത്തറില് നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഒരുപാട് ഗായകരുണ്ട് ഇവിടെ. അത് ചിലവർ എന്ത് ചെയ്യുന്നില്ല, പിന്നെ വേദികൾ കിട്ടാതെ നിൽക്കുന്ന ആളുകളുണ്ട്. അത് അവരുടെ വർക്കിന്റെ ഭാഗമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടാവും. അതുപോലെ തന്നെ ചാൻസ് അല്ലെങ്കിൽ ഇങ്ങനെ വന്നാൽ ഇപ്പോ നമ്മുടെ അജ്മൽ ഭായി ആദ്യം പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഖത്തർ മലയാളീസിലൊക്കെ നമ്മുടെ ഫേസ്ബുക്ക് പേജുകളിലും ഇൻസ്റ്റയിലൊക്കെ നമ്മളൊക്കെ വെച്ചാല് കണ്ടറിഞ്ഞിട്ടുണ്ട് സ്റ്റേജ് കൊടുത്ത ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ ഫ്രണ്ട്സുകളിന് ഒരുപാട് മൽഹാറിന്റെ ബാൻഡിൽ തന്നെ നമ്മൾ പാടും കൊടുത്തിട്ടുണ്ട്, പാട്ട് പാടാനുള്ള ചാൻസുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഗായകരായിട്ട് വരുന്ന സമയത്ത് നമ്മളെ പോലത്തെ ആളുകളൊക്കെ നമ്മളൊക്കെ ആസ്വാദകരാണ്. ഇവർ പാടുന്നത് ആസ്വദിച്ച് നമ്മളിങ്ങനെ കേൾക്കുകയാണ്. മറിച്ച് വേദിയിൽ നിന്നുകൊണ്ട് ഗായകരായിട്ട് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവേശം കിട്ടുന്ന ചില സമയങ്ങളുണ്ടാവും. കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരു 1-2 വേദികളിൽ ഞാൻ അജ്മലിനെ കണ്ടിട്ടുണ്ട്. കാരണം അജ്മൽ പാട്ട് പാടുകയാണ്, ഓഡിയൻസിന്റെ അടുത്തുനിന്ന് തിരിച്ചു കിട്ടുന്ന ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കിട്ടുന്ന സമയത്ത്
ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നുള്ള ഡാൻസിനേക്കാൾ വലിയ ഡാൻസ് പിന്നെ അജ്മൽ സ്റ്റേജിൽ നടത്തുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ മൽഹാർ മ്യൂസിക് ബാൻഡിന് ഏറ്റവും കൂടുതൽ ഒരു പ്രശസ്തി അല്ലെങ്കിൽ ഒരു 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 നമ്മൾ പറയുന്ന ഒരു ഐക്കോണിക് പ്രോഗ്രാം എന്നൊക്കെ നമ്മൾ പറയാമല്ലോ, അങ്ങനെയുള്ള ഒരു പ്രോഗ്രാം ഏതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മനസ്സിൽ നിന്ന് എടുത്തു പറയാൻ പറ്റുന്നത്? ഈ കഴിഞ്ഞ 2 വർഷത്തെ കാലത്തെ നിങ്ങളുടെ ഈ സംഗീത യാത്രയിൽ നിങ്ങൾക്ക് ഏറ്റവും മറക്കാനാവാത്ത നല്ലൊരു പ്രോഗ്രാം ഏതായിരിക്കും അങ്ങനെ ചോദിച്ചാൽ? അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഫേസ്ബുക്കിൽ ഞാൻ പേഴ്സണലി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു പ്രോഗ്രാം. ഡൊമിനിക് സേവിയ കണ്ടിപ്പോ മുസലാലിന്റെ ഒരു പ്രോഗ്രാം പറഞ്ഞില്ലേ, അത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. കാരണം അതിലെല്ലാരും ഒരുമിച്ച് ഞങ്ങളൊരു പാട്ട് പാടിയപ്പോൾ എല്ലാരും ഒരുമിച്ച് ഡാൻസ് കളിച്ചിട്ടുണ്ട്. അത് നല്ലൊരു വീഡിയോ ഇല്ലെങ്കിൽ നല്ലൊരു അത് കാണുമ്പോ നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് എല്ലാവരും നമ്മളെല്ലാ സ്റ്റേജും പാടുമ്പോൾ ഒരുപോലെയല്ലോ അവരുടെ മുഖത്ത് അത് ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അത് സന്തോഷമായിട്ട് തോന്നി. അതാണ് ഇപ്പൊ ഇവരും പറഞ്ഞത് മുസലാലിന്റെ ഒരു പ്രോഗ്രാം എന്നുള്ളത് നന്നായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ മെയിൻ ആയിട്ട് പറയുമ്പോൾ നമുക്ക് തുമ്പമൺ ഫോറം ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ പ്രോഗ്രാമുകൾ തന്നിട്ടുള്ള അവരുടെ ഞങ്ങൾക്ക് അവരുടെ ഇതിലാണ് കിട്ടിയിട്ടുള്ളത്. അതും നന്നായിട്ട് ആസ്വദിക്കുന്നവരുണ്ട്. പിന്നെ ഇവിടെ ഖത്തറിൽ എനിക്ക് തോന്നുന്ന എല്ലാവരും വർക്കൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ആസ്വദിക്കാൻ കിട്ടുന്ന സമയങ്ങളിലാണ് ഈ ആസ്വദിക്കുന്നത്. പരമാവധി എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനൊപ്പം നമുക്ക് 1-2 ഓഡിയൻസ് എണിച്ച് കിട്ടിയാൽ പിന്നെ നമ്മളോട് കയ്യിൽ നിന്ന് പോടും. നമ്മളും അങ്ങനെ ഡാൻസ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇപ്പൊ നിങ്ങൾ 4 പേരെയും പരിചയപ്പെട്ടപ്പോ പിന്നെ നിങ്ങൾ 4 പേരും ഓരോ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്, അല്ലാതെ ഇതിന് മാത്രമായിട്ട് നിൽക്കുന്ന ആളുകളല്ല. അതായത് സംഗീതത്തെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ആളുകളല്ല എന്നുള്ളതാണ് നിങ്ങളുടെ അതിൽ നിന്ന് മനസ്സിലായത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഒരു പാഷനാണ്. നമുക്കൊരു പാഷനാണ്. ഓൾറെഡി വർക്ക് ഉണ്ട്. പിന്നെ നമുക്ക് അതിന് ക്യാഷ് പേയ്മെന്റിന്റെ കാര്യങ്ങൾ നമുക്ക് ആഗ്രഹമില്ല. എന്നാലും ഇപ്പോൾ നമ്മൾ പേയ്മെന്റിലാണ് എല്ലാ പ്രോഗ്രാമും പോകാറുള്ളത്. നമ്മുടെ കൂട്ടുകാർക്ക് ഇപ്പൊ മൽഹാർ മ്യൂസിക്കിനെ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ നിങ്ങളെ കോൺടാക്ട് ചെയ്യും? നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ യൂട്യൂബ്, അതിലൊക്കെ നമ്മൾ മൽഹാർ ടീമിന്റെ മൽഹാർ മ്യൂസിക് മൽഹാർ എന്ന് പറഞ്ഞ ബാൻഡിന് നമ്മൾ പേര് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പേജസ് ആയിട്ട് കാണാം. പിന്നെ അതിൽ തന്നെ നമ്മളെ കോണ്ടാക്ട് നമ്പറും ഉണ്ട്. പിന്നെ ഈ വീഡിയോന്റെ താഴെ നമുക്ക് അതിൽ കോണ്ടാക്ട് നമ്പർ ആഡ് ചെയ്യുന്നതാണ്. നിങ്ങളൊരു മ്യൂസിക് ബാൻഡ് എന്നുള്ള നിലയ്ക്ക് പോകുന്ന സമയത്ത് ഇപ്പം നമ്മൾ പറഞ്ഞു എല്ലാവരും വ്യത്യസ്തമായിട്ട് ഓരോ ജോലികളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ നിങ്ങളൊരു ബാൻഡായിട്ട് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതിന് പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു സംഭവം നിർബന്ധമാണ്. ഇപ്പൊ ഒരാൾ ഒറ്റയ്ക്ക് പാടുന്ന സോളോ ഗാനങ്ങൾക്ക് ചിലപ്പം അത്ര വിഷയമുണ്ടായിരിക്കില്ല. മറിച്ച് ലൈവ് ഓർക്കസ്ട്രയില് അല്ലെങ്കിൽ ഡ്യുവറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് അപ്പൊ നിങ്ങൾ ഇതിനൊക്കെ എങ്ങനെയാ ഒരു സമയം കണ്ടെത്തുന്നത്? പ്രാക്ടീസ് സെക്ഷൻ ഒക്കെ ആയിട്ട് അൽത്താഫിനെ സംബന്ധിച്ച് അൽത്താഫ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. കാരണം ഞാൻ എപ്പോ നോക്കിയാലും പുള്ളി ലൈവിലുണ്ട്. അല്ല, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പ്രാക്ടീസ് എന്ന് വെച്ചാൽ ഞാനും അജ്മലായിക്കോട്ടെ പിന്നെ വണ്ടിയിൽ ബോക്സ് ഉണ്ട്, ചെറിയ ബോക്സ്, അതിൽ തന്നെ പ്രാക്ടീസ് ഒരുപാട് ചെയ്യാറുണ്ട്. അതേപോലെ നമ്മൾ ഹോട്ടലില് അതേപോലെ ചില സമയത്ത് നമ്മൾ ഹോട്ടലിൽ എടുത്തിട്ട് എല്ലാവരും കൂടും, അവിടെയും നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യും. പിന്നെ പ്രോഗ്രാമുകൾ വരുമ്പോൾ അതിനനുസരിച്ചാണ് കൂടുതലും നമ്മൾ പ്രാക്ടീസ് ചെയ്യാറ്. ഞാൻ ആലോചിച്ചത് ഈ ടീച്ചർ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുമെന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ടീച്ചർക്ക് വീട്ടിലത്തെ കാര്യം നോക്കണം, സ്കൂളിലത്തെ കാര്യം നോക്കണം, കുട്ടികളുടെ കാര്യം നോക്കണം. ബാക്കിയുള്ള സമയത്ത് ടീച്ചർ ചിത്രവും വരയ്ക്കുന്നുണ്ട്. പിന്നെ ഈ പ്രാക്ടീസിന് എങ്ങനെയാണ് ടീച്ചർ ഒരു സമയം കണ്ടെത്തുന്നത്? അതാണ് ടീച്ചർ. ഈ ചിത്രത്തിന്റെ കാര്യം പറഞ്ഞ നമുക്ക് ഒരു കാര്യം പറയാം. ഇവിടെ 2 ആളും ചിത്രം വരയ്ക്കുന്നവരാട്ടാ, പാട്ട് മാത്രമല്ല 2 ആൾക്കും. ടീച്ചർ വരയ്ക്കുന്ന ഒരാളാണ്, നന്നായി വരയ്ക്കുന്ന ഒരാളാണ്. അപ്പം ഇതില് ഇപ്പൊ നിങ്ങൾ 4 പേരെയും എടുത്തിട്ട് പറയുകയാണെങ്കിൽ മൽഹാറിന്റെ പിന്നെ ഗായകർ എന്ന് പറയുന്നത് മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ആളുകളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഗായകർ മാത്രമല്ല, സംഗീത രചന കാര്യങ്ങളൊക്കെ നടത്തുന്നു. പിന്നെ മറ്റൊരാള് ആൽബം മേഖലയിൽ ഒക്കെ നമ്മുടെ സെലിബ്രിറ്റികളുടെ കൂടെ 2 സോങ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടീച്ചർ പിന്നെ ശാസ്ത്രീയ സംഗീത മേഖലയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്, ടീച്ചർക്ക് അങ്ങനെ വേണം. അതേപോലെ തന്നെ പിന്നെ ഷെർബി അതുപോലെ നല്ലൊരു ചിത്രകാരിയാണ്. അപ്പം ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു സിംഗേഴ്സ് ആണ് നമ്മുടെ ടീം. ഇല്ല, നന്നായിട്ടുണ്ട്, ഞാൻ അനുഗ്രഹിക്കാം. അപ്പൊ നമ്മുടെ ഈ ജസ്റ്റ് റൈറ്റ് മീഡിയയുടെ ചാറ്റ് ജസ്റ്റ് റൈറ്റ് എന്ന
ഈ പരിപാടിയിൽ നമ്മുടെ ടീം മൽഹാർ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് കാര്യങ്ങളും നിങ്ങളുടെ കഴിഞ്ഞ കുറെ യാത്രകളെ കുറിച്ച്, സംഗീത യാത്രകളെ കുറിച്ച് നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ടൊക്കെ നമ്മളിങ്ങനെ പരിചയപ്പെട്ടു. ഇനി നമ്മുടെ അതിന്റെ അവസാന ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങളോട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളൊക്കെ നിങ്ങൾ പാടി. ഞങ്ങൾക്കും ചെറിയ ഇഷ്ടഗാനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അവതാരകർ എന്നുള്ള നിലയ്ക്ക്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ അടുത്ത ആ ഒരു സെഗ്മെന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അവതാരകരുടെ പ്രിയപ്പെട്ട ഗാനം, ഇഷ്ടഗാനം. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഓക്കെ. എനിക്ക് രണ്ടുപേരും പാടിത്തരും. ഏത് നസറു. ആ, ആ, ഒരു ഹിന്ദി സോങ്. ഓ തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ അത് ആര്യയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും. ഞാൻ ട്രൈ ചെയ്യാറില്ല. जी हमें मंजूर है आपका ये फैसला, जी हमें मंजूर है आपका ये फैसला, कह रही है हर नजर बंदा पर शुक्रिया, हंस के अपनी जिंदगी में कर लिया शामिल मुझे, आपकी नजरों ने समझा. ഈ ഹിന്ദി ഈ ഒരു സോങ്ങിനോട് ഇതിനോട് ഒരു ഇഷ്ടപ്പെടാനൊരു കാരണം ഉണ്ടാകുമല്ലോ. ഒരു ഇഷ്ടഗാനം പറയുമ്പോൾ പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാതെ ഒരു ഹിന്ദി ഇത്തരത്തിലുള്ള ഒരു മെലോഡിയസ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സോങ്, അത് പറയാൻ കാരണം എന്താ? അത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റുന്നതാണ് അതിനൊരു സ്റ്റോറി ഉണ്ട്, ഉണ്ട്. പക്ഷെ അതിനിവിടെ പറയുന്നില്ല. പറയുന്നില്ല. ഓക്കെ. അങ്ങനെ കേൾക്കാന്ന് വിചാരിക്കണ്ട. എന്നാ പിന്നെ എനിക്ക് പറയാനോ എന്റെ ഒരു ഇഷ്ടഗാനം പറയട്ടെ. എനിക്ക് ഇപ്പൊ നമ്മളെല്ലാ ജോണറിലുള്ള പാട്ടുകളൊക്കെ കേൾക്കും. എനിക്ക് കേൾക്കാൻ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഈ ഗസൽ സോങ്സ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഗസൽ സംഗീതത്തിന് കുറച്ചും കൂടെ ഒരു ഗംഭീര സ്വീകാര്യതയൊക്കെ ഉള്ളത് ചിലപ്പോൾ നമ്മൾ കോഴിക്കോട്ടുകാരിയോട് തന്നെ ചോദിക്കേണ്ടി വരും അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, അതിന്റെ പ്രണയമഴയുടെ നൂലിനറ്റം എന്ന് പറഞ്ഞിട്ട് അതുള്ളൊരു പാട്ട്. രണ്ടുപേരി പാടിത്തരും. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ ഈ പാട്ട് അഭിയേട്ടന് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്തു. ഓ താങ്ക് യു, താങ്ക് യു. പ്രണയമഴയുടെ നൂലിനറ്റം പട്ടമായി ഞാൻ പാറി പാറി, പ്രണയമഴയുടെ നൂലിനറ്റം പട്ടമായി ഞാൻ പാറി പാറി, കണ്ടതെല്ലാം നിന്നെയല്ലാതൊന്നുമീ പ്രപഞ്ചത്തിൽ, ഒന്നുമീ പ്രപഞ്ചത്തിൽ, പൂമലാടെ നിന്നെയോർത്ത് കാത്തിരിപ്പിൻ സൂചിമുനയിൽ മമകിനാക്കൾ കോർത്ത് കോർത്ത് ഞാൻ നിനക്കൊരു മാല തീർത്തു, ഞാൻ നിനക്കൊരു മാല തീർത്തു. താങ്ക് യു, താങ്ക് യു. സത്യം പറ, നിങ്ങളിത് പാട്ട് വേണ്ടി പാടിപ്പിച്ച ഇതിൽ സത്യമില്ല. ഒരാൾക്ക് വേണ്ടിട്ട് മാല തീർത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും ആ ചോദ്യം ചോദിച്ചത്. അത് കുറച്ച് മുൻപ് പറഞ്ഞിരുന്നല്ലോ, ആ. സംഗീതം ആസ്വദിക്കുന്ന ഒരു പ്രണയിച്ചിട്ടുണ്ടെന്നില്ല, പ്രണയിക്കുന്നത്. അല്ല ഞാന് അങ്ങനെ അല്ല രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. സംഭവത്തിലെന്ന് വെച്ചാല് പിന്നെ ഒരു പ്രണയം പോലും ഇല്ലാത്ത ഒരു മനുഷ്യ ജീവിയും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് പ്രണയമുണ്ട്, എനിക്ക് പൂക്കളോട് പ്രണയമുണ്ട്, പക്ഷികളോട് പ്രണയമുണ്ട്, നല്ല മഴ കണ്ടാൽ മഴയോട് എനിക്ക് പ്രണയമാണ്, മറ്റേ നല്ല വെയിൽ ഉദിച്ച സൂര്യനോട് പ്രണയമാണ്. അങ്ങനെ നമ്മളെ കണ്ണിൽ കാണുന്ന ഭംഗി ബാക്കി കൂടി വരട്ടെ. എങ്ങനെ ബാക്കി കൂടി വരട്ടെ. എനിക്ക് മഴയോട് പ്രണയമുണ്ട്, ഉദിച്ച സൂര്യനോട് അത് അതുകൊണ്ടല്ല, കാരണം ഇന്ന് വരെ സൂര്യോദയം കണ്ടിട്ടില്ല. നട്ടുച്ച നേരത്തല്ലേ എനിക്കറിയാം, അതുകൊണ്ടാണ്. ഞാൻ രാവിലെ 5 മണിക്ക് എഴുതായിരുന്നു. എനിക്ക് ചെറുതായിട്ട് തോന്നുന്നു. അതാണ്
ഇനിയും ഒരുപാട് പരിപാടികളോട് ജനമനസ്സ് കീഴടക്കാൻ മൽഹാറിന് സാധിക്കട്ടെ. ജസ്റ്റ് റൈറ്റ് മീഡിയയുടെ ഈ ചാറ്റ് ജസ്റ്റ് റൈറ്റ് എന്ന പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ നമ്മൾ കേട്ടു. ഇങ്ങനെ ഒരു മ്യൂസിക്കൽ സെക്ഷൻ, അതിനായിട്ട് നിങ്ങളുടെ മനോഹരമായിട്ടുള്ള പാട്ടുകളും മറ്റുള്ള കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ അറിഞ്ഞു. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗായകർ മാത്രമല്ല, മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള നല്ല മികച്ച കലാകാരന്മാരാണ് മൽഹാർ മ്യൂസിക് ബാൻഡിലുള്ളത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. നിങ്ങളോട് എല്ലാവിധ നന്ദിയും കടപ്പാടും ഈ ഒരു അവസരത്തിൽ ജസ്റ്റ് റൈറ്റ് മീഡിയയ്ക്ക് ഞങ്ങളുടെ ഓൾ എൻറ്റയർ ടീമിന്റെ ഭാഗമായിട്ട് നിങ്ങളോട് അറിയിക്കുകയാണ്. ഇനിയും നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് വേദികൾ നിങ്ങൾക്ക് കീഴടക്കാൻ സാധിക്കട്ടെ. ഖത്തർ മലയാളികളുടെ നെഞ്ചകത്ത് സംഗീത പെരുമഴ തീർക്കാൻ, അതായത് നമ്മുടെ മഴ പെയ്യുന്ന രാഗത്തിന്റെ പേരുള്ള മൽഹാർ ടീമിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ജസ്റ്റ് റൈറ്റ് മീഡിയയ്ക്ക് വേണ്ടി നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും ഈ ഒരു അവസരത്തിൽ അറിയിക്കും. ഞങ്ങളും ഇങ്ങനൊരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിൽ ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നത്. ഇത് നല്ലൊരു അവസരമായിട്ട് ഞങ്ങൾ കാണുന്നത്. ഇനിയും ഒരുപാട് പേരുകളിൽ ഞങ്ങൾക്കും എത്താൻ കഴിയട്ടെ ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം ജസ്റ്റ് റൈറ്റ് മീഡിയക്ക് സ്പെഷ്യൽ താങ്ക്സ്. അതോടൊപ്പം ഇത്ര നേരം ഞങ്ങൾക്ക് ഞങ്ങളെ ഇങ്ങോട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ച് ഞങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ കൂടിയില്ലെങ്കിൽ അതിന് പുറമെ നന്നായിട്ട് നല്ല രീതിയിൽ ചോദ്യങ്ങളൊക്കെ ചോദിച്ച ഇല്ല, ഇത് ഇന്റർവ്യൂ മൂടല്ലല്ലോ, ഇത് നമ്മള് കൂട്ടുകാരി ഇരുന്നിട്ട് ഒരു സൗഹൃദ സംഭാഷണമല്ലേ. അങ്ങനെ ഒരു സംഭാഷണം ഒരിക്കലും ഞങ്ങള് പ്രത്യേകം മൽഹാറിന്റെ പേരില് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞങ്ങള് നന്ദി പറയാണ്. എന്തൊരാവേശം എന്തൊരാനാദം മനവാട്ടി പെണ്ണിന് രോമാഞ്ചം, എന്തൊരാവേശം എന്തൊരാനാദം മനവാട്ടി പെണ്ണിന് രോമാഞ്ചം. തലമുല്ല വിധാനിച്ച മണിയറയിൽ ഈ അസുലഭ സുരഭിത നിർവൃതിയിൽ എന്തൊരാവേശം എന്തൊരാനാദം മനവാട്ടി പെണ്ണിന് രോമാഞ്ചം, എന്തൊരാവേശം എന്തൊരാനാദം മനവാട്ടി പെണ്ണിന് രോമാഞ്ചം. ജസ്റ്റ് റൈറ്റ് മീഡിയയുടെ പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്കായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഒരിക്കൽ കൂടി ഇന്നത്തെ ഈ ഒരു സംഗീത സാന്ദ്രമായിട്ടുള്ള ഈ ഒരു മ്യൂസിക്കൽ സെക്ഷനിൽ പങ്കെടുത്ത ടീം മൽഹാർ മ്യൂസിക്കൽ ബാൻഡിന് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. കൂടെ ആര്യ, അതുപോലെ തന്നെ നമ്മുടെ ക്യാമറാമാൻ ഫിറോസ് ആൻഡ് ഫൈസൽ. താങ്ക് യു വെരി മച്ച്.